ഏവർക്കും എക്സലൻ്റ് എളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡോൺ. നമുക്കിന്ന് ഇംഗ്ലീഷിൽ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠത്തിൻ്റെ ബാക്കി നോക്കാം. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിലെ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന കഥയാണ് നോക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായി ഇതൊരു പയ്യൻ്റെ കഥയാണ്. ആ പയ്യന് പ്രകൃതിയോട് വളരെയധികം ഇഷ്ടമാണ്. അവൻ്റെ നാട്ടിലെ വീട്ടിൽ ഒരു ആൽമരമുണ്ട്. ബാക്കി നോക്കാം. My first friend and familiar was a small grey squirrel. എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ചാരനിറത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു. ഇതിൽ ഫെമിലിയർ എന്നാൽ പരിചയക്കാരൻ, ഗ്രേ എന്നതൊരു നിറമാണ്, ചാരനിറം. സ്ക്വിറൽ എന്നാൽ അണ്ണാൻ. അപ്പോൾ എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ചാരനിറത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. Arching his back, തൻ്റെ മുതുക് ഒരു ആർച്ച് പോലെ വളച്ചു പിടിച്ച്, and sniffing into the air, അന്തരീക്ഷത്തിൽ നിന്ന് മണം പിടിക്കും പോലെ ശ്വാസമെടുത്തുകൊണ്ട്, he seemed at first to resent my invasion of his privacy. അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകയറ്റത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കും പോലെയായിരുന്നു അവൻ്റെ ആദ്യ പെരുമാറ്റം. ഇതിൽ ആർച്ചിങ് ഹിസ് ബാക്ക് എന്നാൽ ആർച്ച് പോലെ വളച്ചു പിടിച്ച്, സ്നിഫിംഗ് എന്നാൽ അന്തരീക്ഷത്തിൽ നിന്ന് മണം പിടിക്കും പോലെ, ഇൻവേഷൻ എന്നാൽ കടന്നുകയറ്റം, റിസെന്റ് ദേഷ്യം. But when he found that I did not arm myself with a catapult or air gun, he became familiar. എന്നാൽ ഞാൻ എയർഗൺ, കവണ പോലുള്ള ആയുധങ്ങൾ കൈവശം വെച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ എന്നോട് കൂടുതൽ സൗഹൃദത്തിലായി. കാറ്റപ്പിൾട്ടാണ് കവണ. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ നൽകിയപ്പോൾ എന്നോട് അടുക്കാൻ അവന് കൂടുതൽ ധൈര്യം കിട്ടുകയും എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഭക്ഷണം കഴിക്കും വിധം എന്നോട് സൗഹൃദത്തിലാവുകയും ചെയ്തു. ഇതിൽ ബോൾഡർ എന്ന് വെച്ചാൽ കൂടുതൽ ധൈര്യം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. Before long he was delving into my pockets and helping himself to whatever he could find. കൂടുതൽ കാലം കഴിയും മുമ്പ്, അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്കകം, അവൻ എൻ്റെ പോക്കറ്റിൽ ഇറങ്ങിത്തപ്പി കാണുന്നതെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. ഡെൽവ് ഇറങ്ങിത്തപ്പുക. ആൻഡ് ഇവിടെ ഹെൽപ്പിംഗ് ഹിംസെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. He was a very young squirrel. അവൻ തീരെ ചെറിയൊരു അണ്ണാൻ കുഞ്ഞായിരുന്നു. And his friends and relatives probably thought him headstrong and foolish for trusting a human. ഞാൻ എന്ന മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും കരുതിയിരിക്കാം ഒന്നുകിൽ അവനൊരു വിഡ്ഢി അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണെന്ന്. Headstrong എന്നാൽ അഹങ്കാരി. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. സ്പ്രിംഗ് സീസണിൽ ആൽമരത്തിൽ ഫിഗ്സ് അല്ലെങ്കിൽ അതിൻ്റെ പഴങ്ങൾ നിറയുമ്പോൾ
എല്ലാത്തരം പക്ഷികളും മരച്ചില്ലകളിൽ വന്നുകൂടും. അതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷികൾ ഒത്തുകൂടുന്നതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. The red-bottomed bulbul, cheerful and greedy. ഉദരഭാഗം ചുവപ്പ് നിറമുള്ളതും ആഹ്ലാദവതിയും ആർത്തിക്കാരിയുമായ ബുൾബുൾ പക്ഷി. Gossiping rosy pastures. എപ്പോഴും കലപില കൂട്ടുന്ന പാസർ പക്ഷികൾ. Parrots and crows. തത്തയും കാക്കയും ഒക്കെ. Squabbling with each other all the time. എല്ലാവരും കൂടി എപ്പോഴും പരസ്പരം ശബ്ദകോലാഹലം തീർക്കും. അപ്പം ഇതിൽ റെഡ് ബോട്ടംഡ് ചുവപ്പ് നിറമുള്ളത്, cheerful ആഹ്ലാദവതി, ഗ്രീഡി ആർത്തിക്കാരി, gossiping കലപില കൂട്ടുക, സ്ക്വാബിൾ ശബ്ദകോലാഹലം തീർക്കുക. During the fig season, the banyan tree was the noisiest place on the road. പഴക്കാലം എത്തിയാൽ പിന്നെ പ്രദേശത്തെ ഏറ്റവും ബഹളമയമായ സ്ഥലം ഈ ആൽമരമായി തീരും. നോയ്സിയസ്റ്റ് ഏറ്റവും ബഹളമയമായ. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഞാനൊരു പ്ലാറ്റ്ഫോം പണിത് ചൂട് കുറഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെയായിരുന്നു സമയം ചെലവാക്കിയിരുന്നത്. ഹാഫ് വേ അപ്പ് പകുതി ഉയരത്തിൽ. പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ തട്ട് എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു തട്ട് പണിതിട്ടാണ് ഈ ചൂടൊക്കെ കുറഞ്ഞ സമയത്ത് ഞാൻ വിശ്രമിച്ചിരുന്നത്. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നെടുത്ത തലേണ മരത്തിലേക്ക് ചാരി വെച്ച് ഞാൻ അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പ്രോപ്പിംഗ് ചാരി വയ്ക്കുക. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of the Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. ഈ പുസ്തകങ്ങളായ ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, അതുപോലെ എഡ്ഗർ റൈസ് ബറോസ് അദ്ദേഹത്തിൻ്റെയും ലൗസിയ മെയ് ആൽക്കറ്റിൻ്റെയും നോവലുകൾ എൻ്റെ വായനയുടെ വൈവിധ്യം തീർത്തു. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. വായനയിൽ താല്പര്യമില്ലാതിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് താഴെ ഇലകൾക്കിടയിലൂടെ കാഴ്ചകൾ കാണുമായിരുന്നു. മുത്തശ്ശി തുണികൾ അലക്കി വിരിക്കുന്നതും എടുക്കുന്നതും, പാചകക്കാർ പഴം പച്ചക്കറി കച്ചവടക്കാരുമായി തർക്കിക്കുന്നതും, മുത്തച്ഛൻ തൻ്റെ ഇംഗ്ലീഷ് മോഡൽ ഗാർഡനിൽ വാശിയിലെന്ന പോലെ വളരുന്ന ഇന്ത്യൻ മാരിഗോൾഡ് അല്ലെങ്കിൽ ജമന്തി ചെടികളോട് പിറുപിറുത്ത് പരാതിപ്പെടുന്നതും എല്ലാം എനിക്ക് കാണാമായിരുന്നു. Usually, nothing very exciting happened while I was in the banyan tree, but on one particular afternoon, I had enough excitement to last me through the summer. അത്ര ആവേശകരമായ സംഭവങ്ങളൊന്നും സാധാരണ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു വേനലവധിക്കാലം മുഴുവൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ തക്കവിധം ആവേശജ്വലമായ ഒരു സംഭവം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറിയാം. ഇനി നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് അണ്ണാനും പയ്യനും കൂട്ടായത്? In the beginning, the squirrel was resentful. But when it found that the boy did not carry a catapult or air gun, it realized that the boy was not harmful and became friendly. തുടക്കത്തിൽ അണ്ണാൻ ദേഷ്യത്തിൽ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ പയ്യൻ്റെ കയ്യിൽ കാറ്റപ്പിൾട്ട് അല്ലെങ്കിൽ കവണ,
ഓർ എയർ ഗൺ, തോക്ക്, ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അണ്ണാന് മനസ്സിലായി ഈ പയ്യൻ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന്. അങ്ങനെ കൂട്ടായി. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? ഒരു മനുഷ്യനുമായി സൗഹൃദം സ്ഥാപിക്കുന്ന അണ്ണാനെ കുറിച്ച് അതിൻ്റെ കൂട്ടുകാർ എന്തായിരിക്കും വിചാരിക്കുക? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തുകൊണ്ടായിരുന്നു അവരങ്ങനെ വിചാരിച്ചത്? The friends of the squirrel probably thought that he might be headstrong and foolish to make friendship with a human. The reason why they thought so might be that humans would not be trustworthy and friendship with them could be dangerous. അണ്ണാന്റെ കൂട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാകാം ഒരു മനുഷ്യനുമായി സൗഹൃദം സ്ഥാപിക്കുന്ന അണ്ണാൻ ഒരു വിഡ്ഢിയാണെന്ന്, ഒരു അഹങ്കാരിയാണെന്ന്. അതിൻ്റെ കാരണം പറയുന്നത് മനുഷ്യരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നും അവരുമായുള്ള സൗഹൃദം വളരെ അപകടം പിടിച്ചതാണെന്നും. അടുത്ത ചോദ്യം, ഹൗ വാസ് എ ബാനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഇൻ ദ ഫിഗ് സീസൺ? എന്തുകൊണ്ടാണ് ഈ ആൽമരം അതിൻ്റെ ഫിഗ് സീസണിൽ വളരെയധികം ശബ്ദമുള്ള സ്ഥലമായി മാറുന്നത്? During the fig season, birds of all kinds would flock into a tree and squabble with each other all the time, making it the noisiest place. ഫിഗ് സീസണിൽ എല്ലാത്തരം പക്ഷികളും അവിടെ ഒത്തുകൂടി ശബ്ദകോലാഹലം തീർക്കുമായിരുന്നു. അങ്ങനെയാണ് അവിടെ ആ സമയത്ത് ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായി അത് മാറുന്നത്. അടുത്ത ചോദ്യം, how did the boy make the spring season funny? എങ്ങനെയാണ് ആ പയ്യൻ സ്പ്രിംഗ് സീസൺ രസകരമാക്കിയത്? Halfway up the tree, the boy had built a platform. Sitting there in the afternoon, he would read his favorite books, and when he did not feel like reading, he would enjoy looking through the banyan leaves at the world below. Thus he made the spring season funny. മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഒരു തട്ട് പണിത് അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ ചെടികൾക്കിടയിലൂടെ താഴെയുള്ള കാഴ്ചകൾ കാണുമായിരുന്നു. അങ്ങനെയാണ് അവൻ സ്പ്രിംഗ് സീസൺ രസകരമാക്കിയത്. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ടെക്സ്റ്റിൻ്റെ ഇത്രയും വരെയുള്ള ഭാഗം വായിക്കുക, അർത്ഥങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അതുവരെ സ്റ്റേ ട്യൂൺ ടു എക്സലന്റ് എളമ്പ ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.